സ്വാഗതം കട്ടൻ റേറ്റിലേക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പ്, അതും സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഒത്താശയിൽ നേതാക്കന്മാരും പാർട്ടിയിൽ ഉള്ളവരും ഇല്ലാത്തവരും അടങ്ങുന്ന ദൂഷിത വലയത്തിന്റെ കള്ളപ്പണ ഇടപാട്. അതാണ് കരുവന്നൂർ. ഒതുക്കി തീർക്കാൻ പാർട്ടി ആവത് ശ്രമിച്ചിട്ടും കുടം തുറന്നുവിട്ട ഭൂതം പോലെ വീണ്ടും വീണ്ടും കുത്തിപ്പൊങ്ങി വന്ന ഒന്നാണത്. തലങ്ങും വിലങ്ങും അന്വേഷിച്ച് ഏറ്റവും ഒടുക്കം കേസിൽ ED അന്തിമ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ പ്രതിപ്പട്ടികയിലുള്ള പേര് കേട്ട് നാട്ടുകാർ ഞെട്ടിയില്ലെങ്കിലും പാർട്ടി ഒന്ന് കിടുങ്ങി. കാരണം നേതാക്കന്മാർക്ക് പുറമെ പാർട്ടി തന്നെ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അന്തിമ കുറ്റപത്രത്തിൽ 68ാം പ്രതിയാണ് CPM. രാജ്യത്ത് ഒരു പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് കരുവന്നൂർ കേസ്. ഡൽഹി മദ്യനയ കേസിലാണ് ആദ്യമായി ഒരു പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നത്. ആം ആദ്മി പാർട്ടിയെയും പ്രതി ചേർത്താണ് ED മദ്യനയ കേസിൽ കുറ്റപത്രം നൽകിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം പ്രതിയാവുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി പദം രാജിവെച്ച് ജനകീയ കോടതിയിലേക്കെന്ന് പറഞ്ഞ് ഡൽഹി നിയമസഭയുടെ പടിയിറങ്ങിപ്പോയ കെജ്രിവാളിന്റെ പാർട്ടിക്ക് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണം തന്നെ നഷ്ടമായി. CPMന്റെ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന മുൻ മന്ത്രി AC മൊയ്തീൻ, MM വർഗീസ്, മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഇപ്പോൾ MP-യുമായ K രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളും പ്രതിപ്പട്ടികയിലുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ ആഘാതം തന്നെയാണ് ഈ അന്തിമ കുറ്റപത്രം. വീഴ്ചയുണ്ടായെന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ കേസിലാണ് ഇപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, ബാങ്കിന്റെ സമീപത്തു കൂടെ പോയപ്പോൾ പിടിച്ച് പ്രതിപ്പട്ടികയിൽ ചേർത്തതാണേ, EDയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണേ എന്നൊക്കെ പറഞ്ഞ് നേതാക്കൾ ശബ്ദമുയർത്തുന്നത്. മഴ കൊള്ളാതിരിക്കാൻ ബാങ്കിന്റെ വരാന്തയിൽ കയറി നിന്നപ്പോൾ എണ്ണം തേക്കാൻ എന്തു ചെയ്യും എന്ന് ചിന്തിച്ച EDയുടെ മനസ്സിൽ വിരിഞ്ഞ അതിമോഹത്തിന്റെ പേരാണ് കരുവന്നൂർ എന്നാണ് CPM ഭാഷ്യം കേട്ടാൽ തോന്നുക. കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ, ED അത്ര വിശുദ്ധ പശുവൊന്നുമല്ലെന്ന പച്ചപ്പരമാർത്ഥം നാട്ടുകാർക്കെല്ലാം അറിയാം. കേന്ദ്രം ഭരിക്കുന്നവരുടെ കയ്യിലെ പാവ മാത്രമാണ് ED. RSSന്റെയും BJPയുടെയും താല്പര്യമനുസരിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്ന ഉപകരണം മാത്രമായി ED അധപ്പതിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് EDക്ക് കീഴ്ക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെയുള്ള കോടതികളിൽ നിന്ന് തുടരെ കിഴുക്കു വാങ്ങേണ്ടി വരുന്നത്. കേസുകൾ പൊക്കാനും മുക്കാനും EDക്കുള്ള കഴിവും മികവും അവർ തെളിയിച്ചിട്ടുള്ളതാണ്. BJPയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന കൊടകര കുഴൽപ്പണക്കേസ് അന്തരീക്ഷത്തിൽ അലിഞ്ഞുപോയത് ഒരു ഉദാഹരണം മാത്രം. കൈക്കൂലി വാങ്ങിയതിന് ഒരു ED ഉദ്യോഗസ്ഥൻ കേസിൽ ഉൾപ്പെട്ടത് കേരളത്തിൽ തന്നെയാണ്. 2011-12 കാലം തൊട്ടാണ് കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പിന് തുടക്കം കുറിച്ചത്. 2010 മുതലാണ് തട്ടിപ്പ് തുടങ്ങിയതെന്ന് EDയും അതിനു മുന്നേ 2005 മുതൽ തട്ടിപ്പ് ആരംഭിച്ചിരുന്നുവെന്ന് CPM പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായിരുന്ന MB സുരേഷും പറയുന്നു. ഈ സുരേഷ് ഇപ്പോൾ BJPയിലാണെന്നത് വേറെ കാര്യം. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ബാങ്കിനെ വിശ്വസിച്ചേൽപ്പിച്ച മലയാളികളെ പാർട്ടി മുതലാളിമാർ കൂടിയിരുന്ന് മണ്ടന്മാരാക്കാൻ തുടങ്ങിയതാണ് കേസിന് വഴിവെച്ചത്. ഗുരുതര ക്രമക്കേട് പുറത്തു വരുന്നത് 2021 കൂടിയാണ്. ഈ 10 വർഷക്കാലം നടന്നത് കോടിയുടെ ക്രമക്കേടുകൾ. കരുവന്നൂർ ബാങ്കിലെ പണമിടപാട് സംബന്ധിച്ച് ആദ്യം പരാതിപ്പെട്ടത് CPM പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ MV സുരേഷാണ്. സുരേഷ് ആദ്യം പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്കിലെ വലിയ തട്ടിപ്പിനെ കുറിച്ച് ആദ്യം പരാതി പറഞ്ഞത് പാർട്ടി നേതൃത്വത്തോടാണ്. സ്വാഭാവികം. പക്ഷെ അപ്പോഴേക്കും പണത്തിന്റെ പങ്കുപറ്റിയ മുതലാളിമാർ പരാതി ചെറുതായൊന്ന് തട്ടിത്തെറിപ്പിച്ചു. നടപടിയെടുക്കാതെ വന്നപ്പോൾ പരാതിക്കാരൻ പോലീസിൽ വിവരം അറിയിച്ചു. വിജിലൻസ്, ED, CBI എന്നിവർക്കും പരാതി നൽകി. ഇതോടെ ഏറ്റവും വലിയ തട്ടിപ്പിന്റെ കഥകൾ ഓരോന്നായി ചുരുളഴിയാൻ തുടങ്ങി. ആദ്യ അന്വേഷണത്തിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി. വലിയ തുകയുടെ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് അന്വേഷണത്തിനായി ഉന്നതതല അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. കേസിൽ ഭരണസമിതി മുൻ അംഗങ്ങളെയും പ്രതി ചേർത്ത് അന്വേഷണ റിപ്പോർട്ട് വന്നു. കേസിലെ പ്രതികളുടെ എണ്ണം കൂടാൻ തുടങ്ങി. മുൻ മന്ത്രിയും CPM നേതാവുമായ AC മൊയ്തീന്റെ പേരും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടു. ഒടുക്കം അന്തിമ കുറ്റപത്രം തയ്യാറായപ്പോൾ K രാധാകൃഷ്ണൻ MPയും MM വർഗീസും അടക്കം കേസിൽ 83 പ്രതികൾ. CPM കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച ഒന്നാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. 2018 കരുവന്നൂർ പണമിടപാട് സംബന്ധിച്ച് പാർട്ടിയിൽ ആദ്യം പരാതി എത്തിയപ്പോൾ അന്ന് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണനായിരുന്നു. വിഷയം അന്വേഷിക്കാൻ പാർട്ടി 2 അംഗ സമിതിയെ നിയോഗിച്ചു. വലിയ പുരോഗതിയൊന്നും ഇത് സംബന്ധിച്ചുണ്ടായില്ല. ഇതിനിടയിൽ MM വർഗീസ് സെക്രട്ടറിയായി.
വിഷയം തഴഞ്ഞു 2021 ആയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ താഴെ തട്ടിലുള്ളവരെ ചേർത്ത് പാർട്ടി പ്രതിപട്ടിക തട്ടിക്കൂട്ടി. എന്നാൽ യഥാർത്ഥ പ്രതികൾ പുറത്തു വന്നില്ല എന്നു മാത്രമല്ല, കള്ളൻ കപ്പലിൽ തന്നെ എന്ന് മനസ്സിലാക്കിയ പാർട്ടി ചെറുവിരലനക്കിയില്ല. എന്നാൽ ഇഡിയുടെ അന്വേഷണത്തിൽ മുഖ്യപ്രതികൾ നൽകിയ മൊഴി അക്ഷരാർത്ഥത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതായിരുന്നു. ബാങ്കിന്റെ മുൻ ഭാരവാഹികളായ ബിജു കരീമും TR സുനിൽകുമാറും നൽകിയ മൊഴി കേസിൽ നിർണായകമായി. AC മൊയ്തീൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തട്ടിപ്പിൽ പങ്കുചേർന്നെന്ന് അവർ മൊഴി നൽകി. തട്ടിപ്പ് നടത്തിയ തുകയുടെ വലിയൊരു വിഹിതം മൊയ്തീൻ കൈപ്പറ്റിയിരുന്നു എന്നും അവർ മൊഴി നൽകി. മൊഴിയെല്ലാം തങ്ങൾക്കെതിരെ തിരിഞ്ഞതാണ് ഏറ്റവും ഒടുക്കം പാർട്ടി വെട്ടിലാവാൻ കാരണം. ഇപ്പോൾ നിലവിലെ കേസിൽ CPMനെ 68ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. വ്യാജമായി വായ്പാ രേഖകൾ ഉണ്ടാക്കി വ്യാജ വായ്പകളിലൂടെ പണം തട്ടിയെടുക്കൽ, പണത്തിന്റെ പങ്കുപയോഗിച്ച് സ്വത്ത് സമ്പാദനം, പാർട്ടി യോഗങ്ങൾക്കുള്ള ചെലവ് കണ്ടെത്തൽ എന്നിവയ്ക്കാണ് പണം ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ആളുകളുടെ സമ്പാദ്യത്തിൽ കൈയിട്ട് വാരിയപ്പോൾ പല ജീവിതങ്ങളും താറുമാറായി. ലോൺ അടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കർഷകനും ചികിത്സയ്ക്ക് ആവശ്യമായ തുക പിൻവലിക്കാനാവാതെ മരിച്ച വയോധികയും കരുവന്നൂരിന്റെ ഇരകളായി തീർന്നു. അറിഞ്ഞും അറിയാതെയും പല ആളുകളുടെയും ജീവിതം കരുവന്നൂരിൽ ഉടക്കിരുന്നു. അപ്പോഴും CPM വിളിച്ചു പറഞ്ഞത് ഇഡി കള്ളക്കേസുണ്ടാക്കുകയാണെന്നാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് കരുവന്നൂരിനെ തങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നാണ്. പാവങ്ങളുടെ ചട്ടിയിൽ കൈയിട്ട് വാരുത്തുന്നവരെ വിടാതെ കൂടെ നിർത്താൻ കാണിക്കുന്ന സുമനസിനെ നമിച്ചേ പറ്റൂ. കാരണം പാർട്ടി കൂടെയുണ്ട് എന്നത് ഇപ്പോൾ അണികൾക്ക് ഏറെക്കുറെ ആശ്വാസമാണ്. പുറത്തു പോയാൽ വെട്ടിയാലും അകത്തുള്ളപ്പോൾ ചേർത്തു പിടിക്കുന്ന ഒന്നാന്തരം രാഷ്ട്രീയ മികവുള്ളവരാണല്ലോ CPM എന്ന പാർട്ടിയും ഏതു കാറ്റിലും കോളിലും ഉലയാത്ത കപ്പലിന്റെ ക്യാപ്റ്റൻ നേതൃത്വം നൽകുന്ന സർക്കാരും.